Today we are going to study string handling mechanism. In Java, string is an object of a predefined class called string. ജാവയിൽ string എന്ന് പറയുന്നത് ഒരു predefined classന്റെ ഒബ്ജക്റ്റുകളാണ്. In Java, there are two predefined classes to declare a string. സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്യാനായിട്ട് രണ്ട് ക്ലാസ്സുകൾ ജാവയിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്ട്രിംഗ് ക്ലാസ് ആൻഡ് സ്ട്രിംഗ് ബഫർ ക്ലാസ്. The string class is a class used to create immutable string object, but string buffer class is used to create mutable objects. ഇപ്പോൾ രണ്ട് ക്ലാസ്സുകളാണ് ജാവയിൽ സ്ട്രിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ക്ലാസ് സ്ട്രിംഗ് ക്ലാസ്, രണ്ടാമത്തെ പ്രീഡിഫൈൻഡ് ക്ലാസ് ആണ് സ്ട്രിംഗ് ബഫർ. ഫസ്റ്റ് ക്ലാസ് സ്ട്രിംഗ് ഉപയോഗിക്കുന്നത് ഇമ്മ്യൂട്ടബിൾ സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇമ്മ്യൂട്ടബിൾ മീൻസ് നോട്ട് ചേഞ്ചബിൾ, ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ when we create an object of string class, we cannot change that object anymore. ഒരു സ്ട്രിംഗ് ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിംഗ് ഒബ്ജക്റ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. We can change that string object, but the changed format should be saved in some other string variable. ഏതെങ്കിലും സ്ട്രിംഗ് ഒബ്ജക്റ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം, പക്ഷേ അത് ചേഞ്ച് വന്ന ആ ഒബ്ജക്റ്റ് വേറെ ഒരു സ്ട്രിംഗ് ഒബ്ജക്റ്റായിട്ട് ഒരു സ്ട്രിംഗ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യപ്പെടണം. പഴയ ഒബ്ജക്റ്റിന് ചേഞ്ച് ബാധകമല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. വൺസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്, ഇറ്റ് ഈസ് അൺചേഞ്ച്ഡ്. വി ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ എ സ്ട്രിംഗ് ഒബ്ജക്റ്റ്, ബട്ട് ദാറ്റ് ചേഞ്ച്ഡ് ഒബ്ജക്റ്റ് ഷുഡ് ബി സേവ്ഡ് ആസ് ഇൻ അനദർ സ്ട്രിംഗ് വേരിയബിൾ. ഏതെങ്കിലും ഒരു സ്ട്രിംഗ് ഒബ്ജക്റ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്താൽ ചേഞ്ച്ഡ് വേർഷനായിട്ടുള്ള സ്ട്രിങ്ങിനെ വേറെ ഒരു സ്ട്രിംഗ് വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്യണം. പഴയ സ്ട്രിങ്ങിന് യാതൊരു വ്യത്യാസവും കാണത്തില്ല. അതുകൊണ്ടാണ് ഓൾ സ്ട്രിംഗ് ഓബ്ജക്ട്സ് ആർ ഇമ്മ്യൂട്ടബിൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്, നോട്ട് ചേഞ്ചബിൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്ട്രിംഗ് ബഫർ ക്ലാസ്, വി ക്യാൻ ചേഞ്ച് ഓബ്ജക്റ്റ് and that change will take place within that object itself. സ്ട്രിംഗ് ബഫർ ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്ത് ചേഞ്ചസ് വരുത്താം. വരുത്തിയ ചേഞ്ചസ് ആ ഓബ്ജക്റ്റിൽ തന്നെ പ്രതിഫലിക്കും, ചേഞ്ചസ് ആ ഓബ്ജക്റ്റിൽ തന്നെ സംഭവിക്കും. വേറൊരു വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്ത ഓബ്ജക്റ്റിനെ അസൈൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചേഞ്ച് ചെയ്താൽ ചേഞ്ച് ചെയ്യപ്പെടുന്നത് ആ ആദ്യത്തെ സ്ട്രിംഗ് ബഫർ ഓബ്ജക്റ്റിൽ തന്നെയാണ് ആ ചേഞ്ചസ് സംഭവിക്കുന്നത്. അപ്പം രണ്ട് ക്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, സ്ട്രിംഗ് ക്ലാസ് ആൻഡ് സ്ട്രിംഗ് ബഫർ ക്ലാസ്. സ്ട്രിംഗ് ക്ലാസ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഇമ്മ്യൂട്ടബിൾ ഓബ്ജക്ട്സ്. സ്ട്രിംഗ് ബഫർ ക്ലാസ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് മ്യൂട്ടബിൾ ഓബ്ജക്റ്റ്. ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മ്യൂട്ടബിൾ ആണ്, അത് സ്ട്രിംഗ് ബഫറും. ചേഞ്ച് ചെയ്യപ്പെടാത്ത സ്ട്രിങ്സ് നമ്മൾ സ്ട്രിംഗ് ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ജനറലി ദീസ് ക്ലാസ്സസ് ആർ കോൾഡ് കമ്പാനിയൻ ക്ലാസ്സസ്. ഒന്ന് മറ്റേതിൻ്റെ കമ്പാനിയനാണ്, ഫ്രണ്ട് ക്ലാസ് ആണ്, companion classes. There are many constructors for these two classes. ഈ രണ്ട് ക്ലാസ്സിനും ഒന്നിൽ കൂടുതൽ കൺസ്ട്രക്റ്റേഴ്സ് ഉണ്ട്. നമുക്കറിയാം എല്ലാ ക്ലാസ്സിനും ഉള്ള കൺസ്ട്രക്ടറാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. We can also use a default constructor of string class and string buffer class. അപ്പോൾ ആദ്യമേ we are going to see string class. സ്ട്രിംഗ് ക്ലാസ് ആണ് ആദ്യമേ നമ്മൾ കാണുന്നത്, അതിന് ശേഷമായിരിക്കും നമ്മൾ സ്ട്രിംഗ് ബഫർ ക്ലാസ് നമ്മൾ കാണുന്നത്. ഇൻ സ്ട്രിംഗ് ക്ലാസ് വി ക്യാൻ യൂസ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഇവിടെ സ്ട്രിംഗ് എസ് ഈസ് ഈക്വൽ ടു ന്യൂ സ്ട്രിംഗ്. നൗ എസ് ഈസ് എ സ്ട്രിംഗ് ഓബ്ജക്റ്റ്, ബട്ട് ഇൻ ദാറ്റ് ഓബ്ജക്റ്റ് ദർ ഇസ് നോ സ്ട്രിംഗ്. ദ സ്ട്രിംഗ് വിൽ ബി എംപ്റ്റി. സ്ട്രിംഗ് ഓബ്ജക്റ്റ് ഈസ് എംപ്റ്റി. ഇവിടെ നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് സ്ട്രിങ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ സ്ട്രിങ്ങിൻ്റെ പകരം അവിടെ എംപ്റ്റി സ്ട്രിങ് ആണ്. So in order to create an empty string, generally we use
string s is equal to anything space within double quotes. സ്പേസ് ഡബിൾ കോട്ട്സിനകത്ത് സ്പേസ് കൊടുത്താൽ അതൊരു എം ജി സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്കറിയാം എനിത്തിങ് വിത്തിൻ ഡബിൾ കോട്ട്സ് വിൽ ബി എ സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. ഡബിൾ കോട്ട്സിൽ നമ്മൾ എന്ത് എഴുതിയാലും അത് സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. അതിവിടെയും അത് തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇപ്പം ക്ലാസ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും ഡബിൾ കോട്ട്സിൽ നമ്മൾ എന്ത് എഴുതിയാലും അതൊരു സ്ട്രിങ് കോൺസ്റ്റൻ്റാണ്. ആ നിയമം ജാവയിലും ബാധകമാണ്. ഇപ്പോൾ ഒരു എം ജി സ്ട്രിങ് വേണ്ടിടത്ത് നമുക്ക് എം ജി സ്പേസ് ഡബിൾ കോട്ട്സിലാക്കിയാലും മതി. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഈ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ സാധാരണ ആരും ഉപയോഗിക്കാറില്ല. ബട്ട് വി ക്യാൻ ക്രിയേറ്റ് എം ജി സ്ട്രിങ് യൂസിങ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഓഫ് സ്ട്രിങ്. അടുത്തത് കൺസ്ട്രക്ടർ. വി ക്യാൻ ക്രിയേറ്റ് എ സ്ട്രിങ് ഫ്രം എ ക്യാരക്ടർ അറേ. ക്യാരക്ടർ അറേയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിങ് കൊടുക്കാം. ഒരു സ്ട്രിങ് ഓബ്ജക്റ്റ് നമുക്ക് ക്യാരക്ടർ അറേയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം സ്ട്രിങ്ങിൻ്റെ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിലേക്ക് അറേ പാസ് ചെയ്താൽ മതി. ആ പാസ് ചെയ്യപ്പെട്ട അറേയുടെ ക്യാരക്ടേഴ്സ് ഫോം ചെയ്തിട്ട് ഒരു സ്ട്രിങ് അവിടെ ഫോം ചെയ്യും. ഇവിടെ ക്യാരക്ടർ അറേ ABCDEF string s is equal to new string of array name. അറേ നെയിം പാസ് ചെയ്താൽ ആ അറേക്കകത്ത് എല്ലാ സ്ട്രിങ്ങും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും ഉണ്ട്, നമുക്ക് കൊടുക്കാം. 2,3 2 is a സ്റ്റാർട്ട് ഇൻഡെക്സ്, രണ്ടാമത്തെ ഇൻഡെക്സ്, അതായത് സ്റ്റാർട്ട് ഇൻഡെക്സ് ആണ്. ഏത് ക്യാരക്ടർ മുതലാണ് നമുക്ക് സ്ട്രിങ് വേണ്ടത്, അതാണ് രണ്ടാമത്തത്. 2 എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് 0, 1, 2 C മുതൽ, ഇതാണ് സ്റ്റാർട്ട് ഇൻഡെക്സ് ഓഫ് സ്ട്രിങ്. അറേ ആണെങ്കിൽ അറേയാണ്, ഇൻഡെക്സ് ഇവിടെ 2 എന്ന് പറയുന്ന C ആണ്. ഇനി മൂന്നാമത്തെ പാരാമീറ്റർ നമ്മൾ കൊടുക്കുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പം ന്യൂ സ്ട്രിങ്ങിൻ്റെ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് അറേ നെയിം മാത്രം കൊടുത്താൽ അറേക്കകത്ത് എല്ലാം സ്ട്രിങ് ആവുന്നു. ഇനി അതല്ല, ഇത്ര ക്യാരക്ടേഴ്സ് മാത്രം എടുത്ത സ്ട്രിങ് ആക്കിയാൽ മതിയെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാം. അതിനാണ് നമ്മൾ സ്റ്റാർട്ട് ഇൻഡെക്സ് നമ്മൾ കൊടുക്കുന്നു. അവിടുന്ന് എത്ര ക്യാരക്ടർ കൂടി അറേ സ്ട്രിങ് ഫോം ചെയ്യണം, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് 3. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ CDE സ്റ്റാർട്ടിങ് ഇൻഡെക്സ് രണ്ട് C ആണ്, 3 ക്യാരക്ടേഴ്സ് ഫോം ചെയ്യണം. CDE എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന സ്ട്രിങ്. ഇവിടെ നമ്മൾ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് MG സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ട്രിങ് കൊടുക്കാം. സ്ട്രിങ് s is equal to ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എന്തെങ്കിലും കൊടുക്കാം, മലയാളം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സ്ട്രിങ് കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് MG കൊടുത്താൽ MG സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആവും. അതിൻ്റെ അകത്ത് വാക്കുകൾ കൊടുത്താൽ അത് അല്ലാത്ത ക്യാരക്ടറുള്ള സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ടർ ഉപയോഗിക്കുമ്പോൾ ഒന്ന് നമ്മൾ ഉപയോഗിച്ചത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. യൂസിങ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വി ക്യാൻ ക്രിയേറ്റ് MD ഓബ്ജക്റ്റ്, സ്ട്രിങ് ഓബ്ജക്റ്റ്. സാധാരണ അതാരും ചെയ്യാറില്ല, അതിന് പകരം നമുക്ക് അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സെക്കൻഡ് ഫോം ഓഫ് കൺസ്ട്രക്ടർ ഈസ് അക്സെപ്റ്റിംഗ് ക്യാരക്ടർ അറേ. ക്യാരക്ടർ അറേ അക്സെപ്റ്റ് ചെയ്യുന്നു, റിസീവ് ചെയ്ത് അറേക്കകത്ത് എല്ലാത്തിനെയും സ്ട്രിങ് ആക്കുന്നു. അതിൻ്റെ തന്നെ അടുത്ത മൂന്നാമത്തെ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ക്യാരക്ടർ അറേ സ്റ്റാർട്ട് ഇൻഡെക്സ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, അത് മൂന്നാമത്തെ കൺസ്ട്രക്ടർ. ഇനി വേണമെങ്കിൽ നമുക്ക് കൺസ്ട്രക്ടറിൻ്റെ അകത്ത് വേറെ സ്ട്രിങ് ഓബ്ജക്റ്റ് തന്നെ കൊടുക്കാം. ഇവിടെ സ്ട്രിങ് S1 is equal to ന്യൂ സ്ട്രിങ് ഓഫ് C എന്ന് പറഞ്ഞ ക്യാരക്ടർ അറേ പാസ് ചെയ്ത് ഒരു സ്ട്രിങ് ഉണ്ടാക്കുന്നു. അപ്പം സ്ട്രിങ് S1 എന്ന് പറയുന്നത് ജാവയാണ്, ജാവ JAVA. സ്ട്രിങ് S2 is equal to ന്യൂ സ്ട്രിങ് ഓഫ് S1 എന്ന് പറയുന്ന സ്ട്രിങ് ഓബ്ജക്റ്റിനെ പാസ് ചെയ്യുന്നു. അപ്പം ഈ കൺസ്ട്രക്ടറിൽ നമ്മൾ സ്ട്രിങ് ഓബ്ജക്റ്റ് തന്നെ പാസ് ചെയ്യുന്നു. അപ്പം MG സ്ട്രിങ് പാസ് ചെയ്യുന്ന MG ആയിട്ടുള്ള constructor with an array, constructor with an array, start index and number of characters, and constructor with string object. ഇതുപോലെ തന്നെ നമുക്ക് ബൈറ്റ് അറേ നമുക്ക് ഉപയോഗിക്കാം. ബൈറ്റ് അറേ ഈസ് ആക്ച്വലി ആൻ ഇൻറ്റീജർ ടൈപ്പ് അറേ. ബൈറ്റ് ഈസ്
an integer data type. Byte എന്ന് പറയുന്ന integer data type ആണ്. But when we give bytes into a string, then that number will act as ASCII value. നമ്മൾ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറേയിലേക്ക് നമ്മൾ ASCII വാല്യൂസ് നമ്മൾ പാസ് ചെയ്താൽ ദാറ്റ് ASCII വാല്യൂസ് സാധാരണ ഒരു ബൈറ്റ് അറേ നമ്മൾ കൊടുത്താൽ ബൈറ്റ് അറേ നമ്മൾ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തേക്ക് പാസ് ചെയ്താൽ ആ ബൈറ്റിൻ്റെ അകത്തുള്ള വാല്യൂസ് ASCII വാല്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം കൊടുക്കുന്ന വാല്യൂസിൻ്റെ ASCII വാല്യൂ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും അവിടെ ഫോം ചെയ്യപ്പെടുക. എന്നിട്ട് ആ വാല്യൂസിൻ്റെ ഒരു സ്ട്രിങ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സ്ട്രിങ് എന്ന് പറയുന്ന കൺസ്ട്രക്ടറിലേക്ക് നമുക്ക് ക്യാരക്ടർ അറേ പാസ് ചെയ്യുന്നത് പോലെ തന്നെ വി ക്യാൻ ഓൾസോ പാസ് എ ബൈറ്റ് അറേ. ഇവിടെ ഇപ്പം ബൈറ്റ് അറേ 66 കുറച്ച് വാല്യൂസ് നമ്മൾ കൊടുത്തു. 65 ഇസ് ദ ASCII വാല്യൂ ഓഫ് ക്യാപിറ്റൽ എ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കൊടുത്തേക്കുന്ന വാല്യൂസ് ഉള്ള ഈ ബൈറ്റ് അറേ നമ്മൾ ആ സ്ട്രിങ് കൺസ്ട്രക്ടറിലേക്ക് നമ്മൾ പാസ് ചെയ്തു. ഇപ്പം എന്ത് സംഭവിക്കും? ദിസ് വാല്യൂസ് വിൽ കൺസിഡർ ആസ് ASCII വാല്യൂസ്. ഇത് ASCII വാല്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടേഴ്സ് ഇവിടെ സ്ട്രിങ് ആയിട്ട് ഫോം ചെയ്യും. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ABCDEF അറേ പാസ് ചെയ്താൽ ഫുള്ള് കിട്ടും. ഇവിടെയും അതുപോലെ തന്നെ അറേയും സ്റ്റാർട്ട് ഇൻഡെക്സും നമ്പർ ഓഫ് ക്യാരക്ടേഴ്സും പാസ് ചെയ്യുക. അപ്പം നമുക്ക് അതനുസരിച്ചുള്ള വാല്യൂസ് കിട്ടും. അപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ടുള്ള കൺസ്ട്രക്ടർ വിത്ത് ക്യാരക്ടർ അറേ, കൺസ്ട്രക്ടർ വിത്ത് ക്യാരക്ടർ അറേ, സ്റ്റാർട്ട് ഇൻഡെക്സ് ആൻഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, അതിനുശേഷം കൺസ്ട്രക്ടർ വിത്ത് സ്ട്രിങ് കോൺസ്റ്റൻ്റ് അതും കൊടുക്കുക. ഒരു കൺസ്ട്രക്ടറിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഡബിൾ കോഴ്സ് സ്ട്രിങ് കോൺസ്റ്റൻ്റ് കൊടുത്ത് കോൺസ്റ്റൻ്റ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൺസ്ട്രക്ടർ വിത്ത് ബൈറ്റ് അറേ പാസ് ചെയ്യാം. അതുപോലെ തന്നെ ബൈറ്റ് അറേ, സ്റ്റാർട്ട് ഇൻഡെക്സ് ആൻഡ് എൻഡ് ഇൻഡെക്സ്. ഇങ്ങനെ പല രീതിയിലുള്ള കൺസ്ട്രക്റ്റേഴ്സാണ് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി in order to find the length of a string, we use a method called the length. Length എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് we can find the length of a string. Length means number of characters in a string. Array പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, in array we use a predefined variable called length to find the length of an array. അറേയുടെ ലെങ്ത് കാണാൻ നമ്മൾ അവിടെ ഉപയോഗിച്ചത് ഒരു പ്രീഡിഫൈൻഡ് വേരിയബിൾ ആണ്. പേര് ലെങ്ത് ആണ്, പക്ഷേ വേരിയബിൾ ആണ്, അവിടെ പാരന്തസിസ് ഇല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്ട്രിങ് വി യൂസ് എ മെത്തേഡ് കോൾഡ് ലെങ്ത്. നമ്മൾ ഉപയോഗിക്കുന്നത് ലെങ്ത് എന്ന് പറയുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. സ്ട്രിങ് ഡോട്ട് ലെങ്ത്, സ്ട്രിങ്ങിൻ്റെ കൂടെ ആ ലെങ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ അകത്തെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് റിട്ടേൺ ചെയ്യും. സോ ദിസ് ലെങ്ത് മെത്തേഡ് ഹാസ് ആൻ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് വിച്ച് റിട്ടേൺസ് ആൻ ഇൻറ്റീജർ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ കൂടെ ആ മെത്തേഡിനെ കോൾ ചെയ്താൽ ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്രയും ക്യാരക്ടേഴ്സിൻ്റെ എണ്ണമായിരിക്കും ആ മെത്തേഡ് റിട്ടേൺ തരുന്നത്. അതിനെ ഒരു ഇൻറ്റീജർ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അതിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സ്ട്രിങ് ലിറ്ററൽ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡബിൾ കോട്ട്സ് നമ്മൾ എന്ത് എഴുതിയാലും അത് സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. Next is string concatenation. Concatenation means joining together. സ്ട്രിങ്ങുകൾ ഒന്നിൽ കൂടുതൽ സ്ട്രിങ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് concatenation. In string, we use two techniques to concatenate strings. സ്ട്രിങ്സിനെ കൺകാറ്റിനേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി രണ്ട് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. The first method is use concatenation operator, that is plus. സ്ട്രിങ്ങിൽ നമ്മൾ രണ്ട് സ്ട്രിങ്സ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് പ്ലസ്. ദിസ് പ്ലസ് ഈസ് എ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ വെൻ വൺ ഓഫ് ഇറ്റ്സ് ഓപ്പറാൻഡ് ഈസ് എ സ്ട്രിങ്. പ്ലസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് ആൻ അരിത്മാറ്റിക് ഓപ്പറേഷൻ, അഡീഷണൽ ഓപ്പറേറ്ററാണ്. അഡീഷൻ ഓപ്പറേറ്ററാണ് പ്ലസ്.
അഡീഷൻ ഓപ്പറേറ്റർ ആകുന്നത് എപ്പോഴാണ്? വെൻ the operands are numerical values. Operands numerical values ആണെങ്കിൽ അത് അഡീഷൻ ഓപ്പറേറ്റർ ആണ്. ഇഫ് എനി വൺ ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് എ സ്ട്രിങ്, ഏതെങ്കിലും ഒരു ഓപ്പറാൻഡ് സ്ട്രിങ് ആണെങ്കിൽ ദാറ്റ് പ്ലസ് സൈൻ വിൽ ആക്ട് ആസ് എ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ. അപ്പോൾ ഒരു ഓപ്പറേറ്റർ കാണുമ്പോൾ അത് എന്ത് ഓപ്പറേറ്റർ ആണെന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ അതിൻ്റെ ഓപ്പറാൻഡ്സ് നോക്കണം. പ്ലസ് കാണുമ്പോൾ അതിനെ ഓപ്പറേറ്റർ ആണെന്ന് പറയാൻ പറ്റുകയില്ല. ഓപ്പറാൻഡ് അതെവിടെ ആക്ട് ചെയ്യുന്നു, ആ വാല്യൂവിനെ ആക്ട് ചെയ്യുന്ന വാല്യൂസിനെ വിളിക്കുന്ന പേരാണല്ലോ ഓപ്പറാൻഡ്. ഓപ്പറാൻഡ് രണ്ടും ന്യൂമറിക്കൽ വാല്യൂസ് ആണെങ്കിൽ അത് പ്ലസ് എന്ന് പറയുന്നത് അഡീഷൻ ഓപ്പറേറ്റർ ആണ്. ഇഫ് എനി വൺ ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് എ സ്ട്രിങ്, ദെൻ ദാറ്റ് പ്ലസ് വിൽ ബി എ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ. ഏതെങ്കിലും ഒരു വാല്യൂ സ്ട്രിങ് ആണെങ്കിൽ, ഇടത്തോ വലത്തോ ഏതെങ്കിലും ഒരു വാല്യൂ സ്ട്രിങ് ആണെങ്കിൽ പ്ലസ് വിൽ ആക്ട് ആസ് എ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ. ഇവിടെ നോക്കിക്കേ, സ്ട്രിങ് എസ്, ഹീസ് പ്ലസ് ഏജ് പ്ലസ്, അവസാനം ഇതെല്ലാം കൂടെ ഒന്നിച്ചായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം വെറുതെ പ്ലസ് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണും കൺകാറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിലും നിലവിലുള്ള സ്ട്രിങ്ങിൻ്റെ കൂടെ കൺകാറ്റിനേറ്റ് ചെയ്യാം. പക്ഷേ സാധാരണ എല്ലാവരും ഇത് വളരെ സിമ്പിളായിട്ട് പ്ലസ് ഉപയോഗിച്ചാണ് കൺകാറ്റിനേഷൻ നടത്താറ്. ഇല്ലെങ്കിൽ കൺകാറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കൺകാറ്റിനേറ്റ് ചെയ്യാം. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ക്യാരക്ടർ എക്സ്ട്രാക്ഷൻ ആണ്. നമുക്ക് വി ക്യാൻ എക്സ്ട്രാക്ട് എ ക്യാരക്ടർ ഫ്രം എ ഗിവൺ സ്ട്രിങ്. സ്ട്രിങ്ങിൽ നിന്ന് നമുക്ക് ഈ ക്യാരക്ടറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെയും എക്സ്ട്രാക്ട് ചെയ്യാം. ആദ്യമേ നമ്മൾ കാണുന്നതാണ് ആ ഫസ്റ്റ് മെത്തേഡാണ് ക്യാർ അറ്റ്. ക്യാർ അറ്റിൻ്റെ അകത്ത് നമ്മൾ ഇൻഡെക്സോടെ കൊടുക്കും. ആ സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ് കൊടുക്കുമ്പോൾ ആ ഇൻഡെക്സിലുള്ള ക്യാരക്ടറിനെ അത് റിട്ടേൺ തരും ഈ മെത്തേഡ്. അപ്പോൾ നമ്മൾ അത് ക്യാരക്ടർ വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ക്യാരക്ടർ CH ക്യാർ ഇസിക്കൽ ടു സ്ട്രിങ് ഡോട്ട് ക്യാർ അറ്റ് 1. ഇവിടെ സ്ട്രിങ് കോൺസ്റ്റന്റ് ഡയറക്റ്റ് കൊടുത്തേക്കുവാണ്. എന്നിട്ട് ക്യാർ അറ്റ് 1 ഒന്നാമത്തെ ഇൻഡെക്സിലുള്ള, ഒന്നാമത്തെ ഇൻഡെക്സ് ആണ് 01, B ആണ് ഒന്നാമത്തെ ഇൻഡെക്സ്. അപ്പം ഈ CHലേക്ക് B അസൈൻ ചെയ്യും. അപ്പോൾ ഇൻ ഓർഡർ ടു ഗെറ്റ് എ സിംഗിൾ ക്യാരക്ടർ വി യൂസ് ക്യാർ അറ്റ് മെത്തേഡ്. അതിൻ്റെ അകത്ത് നമ്മൾ ഏത് ഇൻഡെക്സിലെ ക്യാരക്ടർ ആണോ നമുക്ക് വേണ്ടത് ആ ഇൻഡെക്സിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മൾ ആ ക്യാർ അറ്റ് മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത്. When we want to get more than one characters, then we use getChars method. ഒന്നിൽ കൂടുതൽ വാല്യൂസ് വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് getChars. ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഗെറ്റ് ചെയ്യുക. ഒന്നിൽ ഇവിടെ ശ്രദ്ധിക്കണം, when we want to store more than one character, there should be a character array. ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എവിടെയെങ്കിലും സൂക്ഷിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം? ഒരു ക്യാരക്ടർ അറേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെങ്കിൽ അതിനെ നിലവിലുള്ള സ്ട്രിങ്ങിൽ നിന്നും അതിനെ ക്യാരക്ടേഴ്സിനെ എടുത്ത് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി നമുക്കൊരു ക്യാരക്ടർ അറേ നമുക്ക് വേണം. ആ അറേയിലേക്കേ നമുക്ക് ഒരു സ്ട്രിങ്ങിൽ നിന്നും വാല്യൂസ് എടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ദിസ് getChars മെത്തേഡ് ഹാസ് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ലൈക്ക് source start, source end, target character array and target ഇൻഡെക്സ് സ്റ്റാർട്ട്. അതായത് ഈ മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തുനിന്ന് ഏത് ഇൻഡെക്സ് മുതൽ ഏത് ഇൻഡെക്സ് വരെയുള്ള ക്യാരക്ടേഴ്സ് ഒന്നിൽ കൂടുതലാണ് നമ്മളിവിടെ എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് വേണം, എൻഡ് ഇൻഡെക്സ് വേണം. അപ്പോൾ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഇൻഡെക്സ് ആണ്. ഇൻ സോഴ്സ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഇൻഡെക്സ് ആണ്. ഇവിടെ എൻഡ് ഇൻഡെക്സ് ആണ് രണ്ടാമത്തേത്. അപ്പോൾ getChars എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ഇൻഡെക്സ്, രണ്ടാമത്തെ പാരാമീറ്റർ എൻഡ് ഇൻഡെക്സ്, മൂന്നാമത്തത് ഈ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെയുള്ളത് എക്സ്ക്ലൂഡിങ് എൻഡ് ആണ്. എൻഡ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡിങ് ആണ് ഇൻഡെക്സ്. 5 എന്ന് പറഞ്ഞാൽ 4 വരെയുള്ള ക്യാരക്ടേഴ്സ് എടുക്കത്തുള്ളൂ, അഞ്ചാമത്തെ ഇൻഡെക്സിലെ എടുക്കുകയില്ല. അത്രയും ക്യാരക്ടേഴ്സിനെ എടുത്ത് പിന്നെ ഏതു അറേയിലേക്കാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ ടാർഗറ്റ് അറേ നെയിമാണ് മൂന്നാമത് നമ്മൾ കൊടുക്കുന്നത്. ഇനി ആ ടാർഗറ്റ് അറേയിൽ ഏത് ഇൻഡെക്സിലേക്കാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് നാലാമത്തത് ടാർഗറ്റ് ഇൻഡെക്സ്
സ്റ്റാർട്ട് ഇൻഡെക്സ് എവിടെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ 4 പാരാമീറ്റേഴ്സാണ് ഗെറ്റ് ക്യാറ്റ്സിലുള്ളത്. ഒന്ന് സ്റ്റാർട്ട് ഇൻഡെക്സ്, 2 എൻഡ് ഇൻഡെക്സ്, അപ് ടു എൻഡ് ഇൻഡെക്സ് വരെയുള്ള ക്യാരക്ടേഴ്സിനെ ഗെറ്റ് ചെയ്യും. അതിനുശേഷം അത് ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്യപ്പെടേണ്ട ടാർഗറ്റ് ക്യാരക്ടർ അറേ നെയിമാണ് മൂന്നാമത്തത്. നാലാമത്തത് ആ ടാർഗറ്റ് അറേയുടെ ഇൻഡെക്സ്, ഏത് ഇൻഡെക്സിലേക്കാണ് ഈ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യേണ്ടത്. ഈ 4 കാര്യങ്ങളാണ് ഈ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത സ്ട്രിങ്ങിൻ്റെ പ്രധാനപ്പെട്ട മെത്തേഡാണ് ഈക്വൽസ് ആൻഡ് ഈക്വൽസ് ഇഗ്നോർ കേസ്. ദിസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ കമ്പാരിസൺ ഓഫ് സ്ട്രിങ്സ്. സ്ട്രിങ്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡുകളിൽ ഒന്നാണ് ഈക്വൽസ്. 2 സ്ട്രിങ്സ് ഈക്വൽ ആണോ എന്നറിയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈക്വൽസ്. ഇപ്പം ഇവിടെ കേസ് സെൻസിറ്റീവ് ആണ്. കണ്ടൻസ് രണ്ടും അത് ഒരേപോലെ ഒരേ കേസിൽ ഒരേ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഈക്വൽസ് മെത്തേഡ് വിൽ റിട്ടേൺ ട്രൂ, അതർവൈസ് ഇറ്റ് വിൽ റിട്ടേൺ ഫോൾസ്. അപ്പോൾ ബൂളിയൻ വാല്യൂ റിട്ടേൺ തരുന്ന മെത്തേഡാണ് ഈക്വൽസ് ആൻഡ് ഈക്വൽസ് ഇഗ്നോർ കേസ്. കേസ് ബാധകമല്ല, കണ്ടൻസ് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈക്വൽസ് ഇഗ്നോർ കേസ്. ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഈക്വൽസ്. ഇവിടെ നോക്കിക്കേ, സ്ട്രിങ് 1 S1 ജാവ പോയിന്റ് S2. ഇപ്പോൾ ഇവിടെ S1 S2 എന്ന് പറഞ്ഞ 2 സ്ട്രിങ്സ് കൊടുത്തിട്ടുണ്ട്. S3 മൂന്നാമത്തെ സ്ട്രിങ് ഉണ്ട്. ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസം, മൂന്നാമത്തത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, പക്ഷേ ഈ മൂന്നും ഒരേ കണ്ടന്റാണ്. ആദ്യത്തെ രണ്ടും S1 S2 യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പം S1 ഡോട്ട് ഈക്വൽസ് S2, S1ഉം S2 ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫസ്റ്റ് സ്ട്രിങ് ഡോട്ട് ഈക്വൽസ് മെത്തേഡിൻ്റെ അകത്ത് രണ്ടാമത്തെ സ്ട്രിങ് S1 ഡോട്ട് ഈക്വൽസ് S2. ഇവിടെ ട്രൂ ആണ്, കാരണം രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. എന്നാൽ മൂന്നാമത്തത് S1 ഡോട്ട് ഈക്വൽസ് S3 ഫോൾസാണ്, കാരണം ക്യാപ്പിലെ ഇവിടെ കേസ് വ്യത്യാസമുണ്ട്. എന്നാൽ നമ്മൾ ഈക്വൽസ് ഇഗ്നോർ കേസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ പ്രശ്നമില്ല. S1 ഡോട്ട് ഈക്വൽസ് ഇഗ്നോർ കേസ് ഉപയോഗിക്കുകയാണെങ്കിൽ S1ഉം S3യും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കണ്ടന്റ് സെയിം ആണ്, വ്യത്യാസം കേസിലാണ്. പക്ഷേ ആ കേസ് ഇവിടെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ 2 സ്ട്രിങ്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഒന്ന് ഈക്വൽസും രണ്ടാമത്തത് ഈക്വൽസ് ഇഗ്നോർ കേസ്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഓപ്പറേറ്ററാണ് ഈക്വൽ ടു. അപ്പോൾ ഈക്വൽസ് മെത്തേഡ് ഉണ്ട്, ഈക്വൽ ടു ഓപ്പറേറ്റർ ഉണ്ട്. ഈക്വൽ ടു ഈക്വൽസിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു ഈക്വൽസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കമ്പയർ 2 സ്ട്രിങ്സ് വെദർ ദേ ആർ ഈക്വൽ. രണ്ടും ഒരേപോലെയാണ്, ഈക്വൽ ആണോന്ന് 2 സ്ട്രിങ്സ് തമ്മിൽ ഒരേപോലെയാണോന്ന് കമ്പയർ ചെയ്യാനാണ് ഈക്വൽസ് മെത്തേഡ്. ബട്ട് equal to method is used to check whether the 2 string object refer the same. 2 ഓബ്ജക്റ്റുകളും ഒന്നിനെയാണോ റെഫർ ചെയ്യുന്നത്, അതായത് ഒരു ഓബ്ജക്റ്റിനെ തന്നെയാണോ ഒന്നിൽ കൂടുതൽ റെഫറൻസ് വേരിയബിളിൽ റെഫർ ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഈക്വൽ ടു. ഫോർ എക്സാമ്പിൾ, സ്ട്രിങ് S1 is equal to hello. പെലോ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ട്രിങ് കോൺസ്റ്റന്റ് ആണ്, S1 അകത്തുണ്ട്. സ്ട്രിങ് S2 is equal to ന്യൂ സ്ട്രിങ് ഓഫ് S1. ആ സ്ട്രിങ് കോൺസ്റ്റന്റിനെ സ്ട്രിങ്ങിൻ്റെ കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്ത് വേറെ ഒരു സ്ട്രിങ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു S2. ഇപ്പോൾ കണ്ടൻസ് രണ്ടും സെയിമാണ്. പക്ഷേ ഇവിടെ ഇതൊരു ഓബ്ജക്റ്റ് ആണ്, ഇവിടെ ഇത് ഓബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രിങ് ഓബ്ജക്റ്റ് കോൺസ്റ്റന്റാ, ലിറ്ററലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, S1 ഡോട്ട് ഈക്വൽസ് S2 വിളിച്ച് കഴിയുമ്പോഴത്തേനും ട്രൂ ആണ്, കാര്യം രണ്ടും സെയിമാണ്. പക്ഷേ S1 ഈക്വൽ ടു S2 ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോൾസാണ്, കാരണം രണ്ടും രണ്ടാണ്. S2 എന്ന് പറയുന്നത് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു സ്ട്രിങ് ഓബ്ജക്റ്റ് ആണ്. പക്ഷേ S1 എന്ന് പറയുന്നത് അത് റെഫറൻസ് ഓബ്ജക്റ്റ് അല്ല, വേരിയബിൾ അല്ല. ഇതിനെ റെഫർ ചെയ്യുന്നത് സ്ട്രിങ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഓബ്ജക്റ്റിനെ S1 റെഫർ ചെയ്യുന്നത്. S2 റെഫർ ചെയ്യുന്നത് മെമ്മറിയിൽ വേറെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട വേറൊരു ഓബ്ജക്റ്റിനെയാണ്.
അപ്പം അതുകൊണ്ട് അതാണ് അതിൻ്റെ വ്യത്യാസം. കണ്ടൻറ് സീക്കിലാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഈക്വൽസ് ഉപയോഗിക്കുന്നു. എന്നാൽ ഒന്നിൽ കൂടുതൽ ഓബ്ജക്റ്റുകൾ വരുമ്പം ആ രണ്ട് ഓബ്ജക്റ്റും ഒന്നിനെ തന്നെയാണോ റെഫർ ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഈക്വൽ ടു ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടെ സ്ട്രിങ് S1 ഇസിക്കൽ ടു ന്യൂ സ്ട്രിങ് ഓഫ് ഹലോ എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം സ്ട്രിങ് S2 ഇസിക്കൽ ടു ന്യൂ സ്ട്രിങ് ഓഫ് S1 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ S1 ഇസിക്കൽ ടു ന്യൂ സ്ട്രിങ് ഓഫ് ഹലോ, എന്നിട്ട് സ്ട്രിങ് S2 ഇസിക്കൽ ടു ആ S1ന്റെ ഓബ്ജക്റ്റ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ രണ്ടും ഒരേ ഓബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്നു. രണ്ട് റെഫറൻസ് വേരിയബിൾ ആണ്, പക്ഷേ ഓബ്ജക്റ്റ് ക്രിയേഷൻ ഒന്നേ നടന്നിട്ടുള്ളൂ. വേറൊരു റെഫറൻസ് വേരിയബിളിലേക്ക്, സ്ട്രിങ് ടൈപ്പ് റെഫറൻസ് വേരിയബിളിലേക്ക് നമ്മൾ ആ സെയിം ഓബ്ജക്റ്റിനെ അസൈൻ ചെയ്തെന്നേ ഉള്ളൂ, പക്ഷേ രണ്ടും റെഫർ ചെയ്യുന്ന ഒറ്റ ഓബ്ജക്റ്റ്. ആ കേസിലാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ ട്രൂ റിട്ടേൺ തരുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓബ്ജക്റ്റുകൾ റെഫറൻസ് വേരിയബിൾ ഉപയോഗിച്ച് ഒരേ ഓബ്ജക്റ്റിനാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ. കണ്ടൻറ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽസ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് കമ്പയർ ടു. കമ്പയർ ടു മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ സോർട്ടിങ് അറേസ്. അറേ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് കമ്പയർ ടു. സ്ട്രിങ് അറേ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. This compare to method is used to compare two strings whether they are equal or which one is smaller or which one is larger. ഈക്വൽ ആണോ, ഏതാണ് ചെറുത് ഏതാണ് വലുത് എന്നിങ്ങനെയുള്ള കമ്പാരിസൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പയർ ടു മെത്തേഡ് ഉപയോഗിക്കുന്നത്. വെറുതെ ഈക്വൽ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതിയെങ്കിൽ ഈക്വൽസ് മെത്തേഡ് മതി. ഇവിടെ 3 കമ്പാരിസൺസും ഉണ്ട്. ചെറുതാണ്, വലുത്, ഏതാ ചെറുത് ഏതാ വലുത്, ഈക്വലാണ്. ഈ 3 കമ്പയർ ചെയ്യുന്ന മെത്തേഡാണ് കമ്പയർ ടു മെത്തേഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ സ്ട്രിങ് സോർട്ടിങ്. സ്ട്രിങ് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ദിസ് മെത്തേഡ് വിൽ റിട്ടേൺ ആൻ ഇൻറ്റീജർ വാല്യൂ either less than 0, a negative, or equal 0 or greater than 0. 3 വാല്യൂസ് ആണ് ഇത്. ഏതെങ്കിലും 3 വാല്യൂസിൽ ഒരു വാല്യൂ റിട്ടേൺ തരും. ഒന്നെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആകാം, വാല്യൂ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഒന്നെങ്കിൽ നെഗറ്റീവ് വാല്യൂ, അതാ അതിൻ്റെ ക്യാരക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ വാല്യൂ നോക്കേണ്ട കാര്യമില്ല. ഒന്നെങ്കിൽ നെഗറ്റീവ് വാല്യൂ കിട്ടും, ഇല്ലെങ്കിൽ 0 കിട്ടും, ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂ കിട്ടും. ഇങ്ങനെയുള്ള 3 വാല്യൂസിൽ ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടും when we use compare to method. When the invoking string is less than the other string. ഇപ്പോൾ 2 സ്ട്രിങ്സ് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്ട്രിങ്ങിനെ ഇപ്പം ഒരു സ്ട്രിങ് ഡോട്ട് കമ്പയർ ടു മെത്തേഡ്, കമ്പയർ ടു മെത്തേഡിൻ്റെ അകത്ത് വേറെ സ്ട്രിങ് കൊടുക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ആദ്യമേ സ്ട്രിങ് S1 ഡോട്ട് കമ്പയർ ടു S2. അപ്പോൾ S1 എന്ന് പറഞ്ഞ ആദ്യത്തെ സ്ട്രിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവോക്കിംഗ് സ്ട്രിങ്. ആ സ്ട്രിങ് വെച്ചിട്ടാണ് മെത്തേഡ് ഇൻവോക്ക് ചെയ്യപ്പെടുന്നത്. S2 ഡോട്ട് കമ്പയർ ടു S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S2 ആണ് ഇൻവോക്കിംഗ് സ്ട്രിങ്. അപ്പോൾ ഏതു സ്ട്രിങ് ഓബ്ജക്റ്റ് ആണോ ആദ്യമേ നമ്മൾ കൊടുക്കുന്നത്, ആദ്യമേ നമ്മൾ ഉപയോഗിക്കുന്ന ഓബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻവോക്കിംഗ് സ്ട്രിങ്. S1 ഡോട്ട് കമ്പയർ ടു, അതിൻ്റെ അകത്ത് S2 കൊടുത്തു. അപ്പോൾ S1ഉം S2ഉം തമ്മിൽ കമ്പയർ ചെയ്യുവാണ്. അപ്പോൾ S1നെ നമ്മൾ വിളിക്കും ഇൻവോക്കിംഗ് സ്ട്രിങ്, S2നെ നമ്മൾ വിളിക്കും അതർ സ്ട്രിങ്. ഇപ്പം ഇങ്ങനെ വിളിക്കുമ്പോൾ ഇഫ് ദ ഇൻവോക്കിംഗ് സ്ട്രിങ്, ആദ്യത്തെ സ്ട്രിങ് ഈസ് ലെസ് ദാൻ ദി അതർ സ്ട്രിങ്, മറ്റേതും ചെറുതാണെങ്കിൽ, ഇവിടെ ചെറുതാണോ വലുതാണോ എന്ന് അറിയുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വെച്ചിട്ടല്ല, എൻ്റെ സ്ട്രിങ്ങിൻ്റെ നീട്ടം വലുപ്പം നോക്കിയിട്ടല്ല, ആസ്കി വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രിങ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടേഴ്സ് രണ്ടും ഒന്ന് ക്യാപിറ്റൽ എയും ഒന്നും സ്മോൾ എയും ആണെങ്കിൽ ക്യാപിറ്റൽ എ 65 ചെറുതായിരിക്കും, മറ്റേത് സ്മോൾ എ എന്ന് പറയുന്നത് അത് 96 വരുമ്പോഴത്തേനും അത് വലിയ വാല്യൂ ആണ്. അപ്പം ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ വാല്യൂ എപ്പോഴും കുറവും സ്മോൾ ലെറ്റേഴ്സിൻ്റെ വാല്യൂ കൂടുതലുമായിരിക്കും.
അപ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ വാല്യൂ ഉള്ള ക്യാരക്ടേഴ്സാണ് എപ്പോഴും ചെറുത്. അപ്പോൾ ആ രീതിയിലാണ് നോക്കുന്നത്, അല്ലാതെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ വലിപ്പമല്ല വലുതാണോ ചെറുതാണോ എന്ന് അറിയാനായിട്ട്. അപ്പം ആ രീതിയിൽ ഇഫ് ദ ഇൻവോക്കിംഗ് സ്ട്രിങ് ഈസ് ലെസ് ദാൻ അതർ സ്ട്രിങ്, ആദ്യത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാളും ചെറുതാണെങ്കിൽ, ആസ്കി വാല്യൂ ഫസ്റ്റ് ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ രണ്ടാമത്തേനേക്കാളും ചെറുതാണെങ്കിൽ, ഫസ്റ്റ് ക്യാരക്ടറൈസ് രണ്ടും സെയിം ആണെങ്കിൽ രണ്ടാമത്തെ ക്യാരക്ടർ നോക്കും, അതും സെയിം ആണെങ്കിൽ മൂന്നാമത്തെ നോക്കും. ആ ഓർഡറിലായിരിക്കും അത് ചെക്ക് ചെയ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ ഫസ്റ്റ് ഇൻവോക്കിംഗ് സ്ട്രിങ് ഈസ് ലെസ് ദാൻ ദി അതർ സ്ട്രിങ്, ദിസ് മെത്തേഡ് വിൽ റിട്ടേൺ എ നെഗറ്റീവ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ തരിക, ലെസ് ദാൻ 0 വാല്യൂ ആയിരിക്കും. രണ്ടും ഈക്വൽ ആണെങ്കിൽ 0. If the invoking string is greater than the other string, it will return positive. ഇൻവോക്കിംഗ് സ്ട്രിങ് വലുതാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, സെയിം ആണെങ്കിൽ 0 ആയിരിക്കും. ഇൻവോക്കിംഗ് സ്ട്രിങ് ആദ്യത്തെ ചെറുതാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ തരിക. അത് വെച്ചിട്ടാണ് സോർട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ സ്റ്റാറ്റിക് സ്ട്രിങ് ആണ്, അതായത് മെയിൻ മെത്തേഡിൻ്റെ അകത്ത് വെളിയിൽ ഞാൻ സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്തു. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെയ്താൽ മതി. ഇപ്പം ഇങ്ങനെ ചെയ്താലും സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് മെയിൻ മെത്തേഡ് ഡയറക്ടർ ഉപയോഗിക്കാം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ. ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുകയാണ്, ഇത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോർട്ട് ചെയ്യുന്ന എപ്പോഴും 2 സ്ട്രിങ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും തമ്മിൽ നോക്കും ഏതാ വലുതെന്നുള്ളത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ N ക്യാപിറ്റലാണ്, ആദ്യത്തെ സ്ട്രിങ് ചെറുതാണ്, രണ്ടാമത്തേത് വലുതാണ്. ആ രീതിയിലാണ് ചെക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള കൗണ്ടറാണ്. അപ്പം ഇങ്ങനെ സോർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആദ്യത്തെ ഒരു കൗണ്ടർ ആദ്യത്തേന് വേണ്ടി വരണം, രണ്ടാമത്തെ കൗണ്ടർ അതിൻ്റെ നെക്സ്റ്റ് ഏതാണോ ആദ്യത്തെ സ്ട്രിങ് ആയിട്ട് എടുക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തെ രണ്ടാമത്തെ സ്ട്രിങ് ആയിട്ട് എടുക്കണം. ഇപ്പോൾ 2 കൗണ്ടർ സെറ്റ് ചെയ്യുന്നു, ആദ്യത്തെ I ഫോർ ഫസ്റ്റ് സ്ട്രിങ് ആൻഡ് J ഫോർ I+1. I എന്താണോ അതിൻ്റെ അടുത്ത സ്ട്രിങ് ആയിട്ട് I+1, അങ്ങനെ 2 കൗണ്ടർ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നോക്കുവാണ് സോർട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തേത് ഇവിടെ ഇപ്പം നോക്കിയേ, അറേ ഓഫ് ജെ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്ട്രിങ് കമ്പയർ ടു ആദ്യത്തെ സ്ട്രിങ് ലെസ് ദാൻ 0. രണ്ടാമത്തേതാണ് ചെറുതെങ്കിൽ അതിനെ അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ ഏറ്റവും ചെറുത് ആദ്യമേ വരണം. അപ്പോൾ രണ്ടാമത്തേത് ആദ്യത്തെക്കാരും ചെറുതാണെങ്കിൽ അതിനെ ഇങ്ങോട്ട് ആദ്യത്തിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ സ്വാപ്പിംഗ് നമ്മൾ ഉപയോഗിക്കുന്നു. ടെമ്പററി വേരിയബിളിലേക്ക് ഏതെങ്കിലും ഒരു അറേയുടെ വാല്യൂ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, വീണ്ടും വെക്കുന്നു. അപ്പം അതേ രീതിയിൽ സ്വാപ്പിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം സ്വാപ്പിംഗ് നടത്തുന്നു. അപ്പം നോക്കിക്കേ, കമ്പയർറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ രീതിയിലാണ്. ആദ്യത്തതും രണ്ടാമത്തതും തമ്മിൽ ലെസ് ദാൻ 0 ആണോ, ആണെങ്കിൽ ആദ്യത്തെ ചെറുതാണ്. ഗ്രേറ്റർ ദാൻ 0 ആണോ, അപ്പം അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലെസ് ദാൻ 0 ആണോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. രണ്ടാമത്തത് ചെറുതാണെങ്കിൽ അത് രണ്ടാമത്തത് ആദ്യത്തിലേക്ക് വരണം. ആ രീതിയിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കമ്പയർറ്റീവ്. ഇനി ഇതിൻ്റെ അകത്ത് വേറെ പ്രധാനപ്പെട്ട ചില മെത്തേഡുകളാണ്. ഒന്ന് ഇൻഡെക്സ് ഓഫ്. നമുക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ഇൻഡെക്സ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, ഇഷ്ടമുള്ളൊരു ഇൻഡെക്സ് ഓഫ്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് സെർച്ച് ചെയ്യുമ്പോഴത്തേനും സ്ട്രിങ് ഡോട്ട് ഇൻഡെക്സ് ഓഫ് ക്യാരക്ടർ നമ്മൾ കൊടുക്കും. കൊടുക്കുന്ന ക്യാരക്ടർ നോക്കുമ്പോഴത്തേനും അത് സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് മുതലാണ് സെർച്ച് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ ഇൻഡെക്സ് ഓഫിൻ്റെ അകത്ത് സ്റ്റാർട്ട് ഇൻഡെക്സ് കൊടുത്തിട്ട് ക്യാരക്ടറിൻ്റെ കൂടെ സ്റ്റാർട്ട് ഇൻഡെക്സോടെ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ ആ സ്റ്റാർട്ട് ഇൻഡെക്സ് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ സെർച്ചിങ് നടക്കുന്നത്. പുറകിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ലാസ്റ്റ് ഇൻഡെക്സ് കൊടുക്കാം. അവിടെയും നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഡെക്സ് കൊടുക്കാം. അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് അത് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇൻഡെക്സ് ഓഫ്. ഇവിടെ നോക്കിക്കേ, ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻറ്റീജർ വാല്യൂ ആയതുകൊണ്ട് അതിലേക്ക് S1 ഡോട്ട് ഇൻഡെക്സ് ഓഫ് ഈസ്. ഇൻഡെക്സ് ഓഫ് പലത് കണ്ടുപിടിക്കാം. ക്യാരക്ടറിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കാം, സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കാം. ഇപ്പം എന്താണ് കൊടുക്കുന്നത് അത് എവിടെയാണോ ഉള്ളത് അതിൻ്റെ ഇൻഡെക്സ് ആയിരിക്കും തരുന്നത്. ക്യാരക്ടർ കൊടുക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇപ്പം ഇവിടെ ഈസ് 4. അപ്പം 4ാമത്തെ ഇൻഡെക്സ് കഴിഞ്ഞിട്ടുള്ള ഈസ് ആയിരിക്കും ഇവിടെ കണ്ടുപിടിക്കപ്പെടുന്നത്. അതിൻ്റെ ഇൻഡെക്സ് ആയിരിക്കും നോക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻഡെക്സും നമുക്കങ്ങനെ ചെയ്യാം. അടുത്ത സ്ട്രിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ചില മെത്തേഡ്സാണ്
we can create a substring from a main string. മെയിൻ സ്ട്രിങ്ങിൽ നിന്ന് നമുക്ക് സബ്സ്ട്രിങ്ങിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം സ്ട്രിങ് S1 എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഏതെങ്കിലും സ്റ്റാർട്ട് ഇൻഡെക്സ് മുതൽ ഒരു ഇൻഡെക്സ് വരെയുള്ള എൻഡ് ഇൻഡെക്സ് വരെയുള്ളതിനെ വേറൊരു ചെറിയ സ്ട്രിങ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ള മെത്തേഡാണ് സബ്സ്ട്രിങ്. അപ്പം മെയിൻ സ്ട്രിങ് ഡോട്ട് സബ്സ്ട്രിങ് അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. S1 ഡോട്ട് സബ്സ്ട്രിങ് ഓഫ് സ്റ്റാർട്ട് ഇൻഡെക്സ് പിന്നെ എൻഡ് ഇൻഡെക്സ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ സ്റ്റാർട്ട് ഇൻഡെക്സ് മാത്രം കൊടുക്കാം. അപ്പം സ്റ്റാർട്ട് ഇൻഡെക്സ് മുതൽ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും എടുത്ത് പുതിയ സബ്സ്ട്രിങ് ഉണ്ടാകും. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ട് മുതൽ എൻഡ് ഇൻഡെക്സ് അപ് ടു എൻഡ് ഇൻഡെക്സ് വരെയുള്ളത് മാത്രം എടുത്ത് സബ്സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കൺസ്ട്രക്റ്റേഴ്സാണ് സബ്സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്നത്. ഇപ്പം മെയിൻ സ്ട്രിങ് ഡോട്ട് സബ്സ്ട്രിങ് ഓഫ് സ്റ്റാർട്ട് ഇൻഡെക്സ് മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഇൻഡെക്സ് കോമ എൻഡ് ഇൻഡെക്സ് കൊടുക്കാം. അപ്പോൾ അതിനിടയ്ക്കുള്ളത് എടുത്ത് സബ്സ്ട്രിങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അടുത്ത വേറെ മെത്തേഡ് കൺകാറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞു വി ക്യാൻ ഓൾസോ യൂസ് എ കൺകാറ്റ് മെത്തേഡ് ഫോർ സ്ട്രിങ് കൺകാറ്റിനേഷൻ. വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കൺകാറ്റ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് സ്ട്രിങ് S1 1, സ്ട്രിങ് S2 എന്ന് പറയുന്നത് S1 ഡോട്ട് കൺകാറ്റ്. അതിൻ്റെ അകത്ത് വേറൊരു സ്ട്രിങ് കൂടെ കൊടുത്തു കൺകാറ്റ് ഓഫ് 2. അപ്പം അതിൻ്റെ കൂടെ 1 + 2, അതായത് 1 2 എന്ന് കിട്ടും. സാധാരണ മെത്തേഡ് ആരും ഉപയോഗിക്കാറില്ല, വെറുതെ പ്ലസ് സൈൻ കൊടുത്താൽ മതി. അപ്പോൾ അത് എളുപ്പമായതുകൊണ്ട് പ്ലസ് സൈൻ ഉപയോഗിച്ചിട്ടാണ് ജനറലി നമ്മൾ കൺകാറ്റിനേഷൻ നടക്കുന്നത്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഈസ് റീപ്ലേസ്. റീപ്ലേസ് ചെയ്യുക. നിലവിലുള്ള ക്യാരക്ടറിനെ, സ്ട്രിങ്ങിൻ്റെ ക്യാരക്ടറിനെ നമുക്ക് വേറെയൊരു ക്യാരക്ടർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ റീപ്ലേസ് ചെയ്യാൻ ഫസ്റ്റ് ക്യാരക്ടർ ടു ബി റീപ്ലേസ്ഡ്, ഏതാണോ മാറേണ്ടത് അത് ആദ്യമേ കൊടുക്കുന്നു. പിന്നെ റീപ്ലേസ്ഡ് ബൈ ഏത് ക്യാരക്ടറാണോ അത് രണ്ടാമത് കൊടുക്കുന്നു. അപ്പം സ്ട്രിങ് = hello ഡോട്ട് റീപ്ലേസ് L, W. ഈ ഹലോ എന്ന് പറയുന്നതിൻ്റെ അകത്ത് എല്ലിനെ W കൊണ്ട് റീപ്ലേസ് ചെയ്യണം. വേറെ മെത്തേഡാണ് ട്രിം. Trim method is used to avoid white spaces. ഇടയ്ക്കുള്ള ഫ്രീ സ്പേസുകൾ, വൈറ്റ് സ്പേസസ് എന്ന് പറയും, ഗ്യാപ്പുകളെല്ലാം ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ട്രിം. അപ്പോൾ ഇടയ്ക്കുള്ള സ്പേസസ് അതെല്ലാം മാറ്റി അതിനെ മൊത്തം ഒന്നിച്ച് ആക്കും. അതിനുള്ള മെത്തേഡാണ് ട്രിം. വേറെ മെത്തേഡാണ് വാല്യൂ ഓഫ്. സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എനി values into a string object. ഏത് വാല്യൂവിനെ, അത് ഏത് ഡാറ്റ ടൈപ്പ് വാല്യൂവിനെയും സ്ട്രിങ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് വാല്യൂ ഓഫ്. ഏത് ഡാറ്റ ടൈപ്പിനെയും സ്ട്രിങ് ആക്കാം. ഇവിടെ ഫ്ലോട്ട് തന്നിട്ടുണ്ട്. ആ ഫ്ലോട്ടിനെ സ്ട്രിങ് S1 = string dot value of f. ആ ഫ്ലോട്ട് വാല്യൂ സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് മെത്തേഡിൻ്റെ അകത്ത് കൊടുത്താൽ അത് സ്ട്രിങ് ആവും. വാല്യൂ ആയിരിക്കും, പക്ഷേ അത് സ്ട്രിങ് ആണ്. ഇവിടെ ഡബിൾ വാല്യൂ പാസ് ചെയ്തു D. വാല്യൂ ആയിട്ട് അത് തന്നെ ആയിരിക്കും, പക്ഷെ അത് സ്ട്രിങ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ്. സോ വാല്യൂ ഓഫ് മെത്തേഡ് ഈസ് യൂസ് ടു കൺവേർട്ട് എനി പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഇൻറ്റു എ സ്ട്രിങ് ഡാറ്റ ടൈപ്പ്. ഏത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിനെയും സ്ട്രിങ് ആക്കാനുള്ള മെത്തേഡാണ് വാല്യൂ ഓഫ് മെത്തേഡ്. ഇനിയുള്ള വേറെ മെത്തേഡാണ് ടു ലോവർ കേസ്. ഏത് സ്ട്രിങ്ങിനെയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലോവർ കേസിലേക്ക് മാറ്റാം. അപ്പം ഏത് സ്ട്രിങ് ആണ് മാറ്റേണ്ടത്, ആ സ്ട്രിങ് ഡോട്ട് ടു ലോവർ കേസ്. ഇപ്പോൾ ഈ സ്ട്രിങ്ങിനെ ടു ലോവർ കേസ് ആക്കി അതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആവും. അതുപോലെ അടുത്ത മെത്തേഡാണ് ടു അപ്പർ കേസ്. കൊടുക്കുന്ന സ്ട്രിങ് S1 ഡോട്ട് ടു അപ്പർ കേസ്. അപ്പോൾ മെത്തേഡുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. പണ്ട് ഞാൻ പറഞ്ഞതാണ് ക്യാമൽ നൊട്ടേഷനാണ്. ആ മെത്തേഡുകൾക്ക് ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആയിരിക്കും, പിന്നീട് വരുന്ന എല്ലാ വേർഡ്സും ക്യാപിറ്റലായിരിക്കും. പണ്ട് ഞാൻ സൂചിപ്പിച്ചായിരുന്നു, ആ കാര്യം ശ്രദ്ധിക്കണം. ടു അപ്പർ കേസ് യുവും സിയും ക്യാപിറ്റലാണ്. ടു ലോവർ കേസ് എല്ലും സിയും ക്യാപിറ്റലാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സ്ട്രിങ്ങിൻ്റെ ക്ലാസ്സും അതിൻ്റെ കൺസ്ട്രക്റ്റേഴ്സ്, അതിൻ്റെ പ്രധാനപ്പെട്ട മെത്തേഡ്സും നമ്മൾ കണ്ടു. ഇനി അനദർ കമ്പാനിയൻ ക്ലാസ് ഈസ് കോൾഡ് സ്ട്രിങ് ബഫർ. ഞാൻ പറഞ്ഞു സ്ട്രിങ് ബഫർ ഈസ് എ കമ്പാനിയൻ ക്ലാസ് ഓഫ് സ്ട്രിങ് യൂസ് ടു ക്രിയേറ്റ് മ്യൂട്ടബിൾ ഓബ്ജക്ട്സ്. ചേഞ്ചബിൾ ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്ലാസ്സാണ് സ്ട്രിങ് ബഫർ ക്ലാസ്.
ഇതിനും സാധാരണ 3 കൺസ്ട്രക്റ്റേഴ്സ് ഉള്ളത്. ഒന്ന് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വിത്ത് എ ഇൻറ്റീജർ വാല്യൂ സൈസ് ആൻഡ് കൺസ്ട്രക്ടർ വിത്ത് എ സ്ട്രിങ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, സ്ട്രിങ് ബഫർ എന്ന് പറയുന്നതിന് അതിൻ്റേതായ ഒരു കപ്പാസിറ്റി ഉണ്ട്, ഡിഫോൾട്ട് കപ്പാസിറ്റി. ഡിഫോൾട്ട് കപ്പാസിറ്റി 16. അപ്പോൾ നമ്മൾ MG സ്ട്രിങ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെങ്കിലും അതിന് അതിൻ്റേതായ കപ്പാസിറ്റി ഉണ്ട്. സൈസ് അതിൻ്റെ അകത്ത് ഒന്നുമില്ല, ക്യാരക്ടേഴ്സ് ഒന്നുമില്ലെങ്കിലും the capacity of that MG string object is 16. We can add 16 more characters into that MG string. ചേഞ്ചബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ MG string ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെങ്കിലും ആ MG stringൻ്റെ അകത്തേക്ക് നമുക്ക് 16 ക്യാരക്ടേഴ്സ് ഉള്ള ഏത് സ്ട്രിങ് നമുക്ക് തന്നെ പിന്നീട് ആഡ് ചെയ്യാൻ പറ്റും. അത് കൂടുതൽ ആഡ് ചെയ്താലും അത് തന്നെത്താനെ അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സ്ട്രിങ് ബഫറിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് 3 കൺസ്ട്രക്ടേഴ്സ് ഉപയോഗിക്കുന്നു. ഒന്ന് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് MG ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പിന്നീട് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കൺസ്ട്രക്ടർ നമുക്ക് സൈസ് കൊടുക്കാം. സൈസ് കൊടുക്കുമ്പം സ്ട്രിങ് ബഫർ SB ന്യൂ സ്ട്രിങ് ബഫർ ഓഫ് 10 കൊടുത്താൽ 10 ക്യാരക്ടർ മാത്രമേ അതിൻ്റെ അകത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 10 ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിങ്ങിനെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് സ്ട്രിങ് തന്നെ കൊടുക്കാം. സ്ട്രിങ് ബഫറിൻ്റെ അകത്ത് കൺസ്ട്രക്ടറിൽ നമ്മൾ സ്ട്രിങ് കൊടുക്കുന്നു. അപ്പം പുതിയ ഓബ്ജക്റ്റിൻ്റെ അകത്ത് ആ സ്ട്രിങ് കാണും. അതുപോലെ തന്നെ പിന്നീട് 16 ക്യാരക്ടേഴ്സിനെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇൻ ദ കേസ് ഓഫ് സ്ട്രിങ് ബഫർ ദർ ആർ ലെങ്ത് ആൻഡ് കപ്പാസിറ്റി. അതിന് കപ്പാസിറ്റി ഉണ്ട്, ലെങ്തും ഉണ്ട്. ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സ്ട്രിങ്ങിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ നമ്പറാണ് ലെങ്ത്. പക്ഷെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതല്ല. ഇപ്പം നമുക്കറിയാം 1 ലിറ്ററിൻ്റെ അകത്ത് 1 ലിറ്ററിൻ്റെ കപ്പാസിറ്റി 1 ലിറ്ററാണ്. പക്ഷെ അതിൻ്റെ അകത്ത് 1 ലിറ്റർ എണ്ണയുള്ളെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി 1/2 ലിറ്ററാണ്. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി 1 ലിറ്റർ എന്ന് പറയുന്ന പോലെ തന്നെ ലെങ്ത് എന്ന് പറയുന്നത് നിലവിൽ അതിൻ്റെ അകത്തുള്ള സ്ട്രിങ്ങിൻ്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നിലവിലുള്ള എത്ര സ്ട്രിങ് ആണ് +16 ആണ് അതിൻ്റെ കപ്പാസിറ്റി. അപ്പം സ്ട്രിങ് ലെങ്ത് +16 ആണ് ഒരു സ്ട്രിങ് ബഫർ ക്ലാസിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം 3 കൺസ്ട്രക്ടർ, ഒന്ന് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ ലെങ്ത് എടുത്താൽ 0 ആണ്. പക്ഷേ അതിൻ്റെ ബേസിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് കപ്പാസിറ്റി 16 ആണ്. രണ്ടാമത് ഇൻറ്റീരിയർ സൈസ് കൊടുത്ത് നമുക്ക് ചെയ്യാം. അപ്പം കൊടുക്കുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എത്രയാണോ അത്രയും സൈസുള്ള ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിങ്ങിനെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ സ്ട്രിങ് ബഫർ സ്ട്രിങ് കൊടുക്കാം. സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ് ഉള്ള ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും സ്ട്രിങ് ബഫറിൻ്റെ. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് +16 ആണ്. പക്ഷേ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ നിലവിലുള്ള സ്ട്രിങ്ങിൻ്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കുകയും ചെയ്യും. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെയുള്ളത്. നമ്മൾ സ്ട്രിങ് ഹലോ കൊടുക്കുന്നു, അതിനുശേഷം ലെങ്ത് കാണുന്നു, കപ്പാസിറ്റി കാണുന്നു. ഇനി ഞാൻ പറഞ്ഞു സ്ട്രിങ് ബഫർ ഈസ് എ മ്യൂട്ടബിൾ ഓബ്ജക്റ്റ്. സ്ട്രിങ് ബഫർ ക്ലാസ് ഓബ്ജക്റ്റ് ഈസ് എ മ്യൂട്ടബിൾ ഓബ്ജക്റ്റ്. ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേഞ്ച് സംഭവിക്കുന്ന ആ ഓബ്ജക്റ്റ് തന്നെയായിരിക്കും സാധാരണ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരുപാട് എല്ലാ മെത്തേഡ്സും നമുക്ക് സ്ട്രിങ് ബഫറിൽ ഉപയോഗിക്കാം. അതുകൂടാതെ ചില അഡീഷണൽ മെത്തേഡ്സ് കൂടി ഉണ്ട്. അതൊന്നാണ് അപ്പൻഡ് ചെയ്യുക. നിലവിലുള്ള സ്ട്രിങ്ങിൻ്റെ അപ്പൻഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കാം. അപ്പോൾ സ്ട്രിങ് ബഫറിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, സ്ട്രിങ് ബഫർ SB ന്യൂ സ്ട്രിങ് ബഫർ ഓഫ് ഹലോ. ഈ ഹലോയുടെ കൂടെ അപ്പൻഡ് ചെയ്യുവാണ്, അപ്പൻഡ് ജാവ. അപ്പോൾ ഈ സംഭവിക്കുന്ന SB എന്ന് പറയുന്ന സ്ട്രിങ് ഓബ്ജക്റ്റ് തന്നെയാണ് ഇത് അപ്പൻഡ് ചെയ്യപ്പെടുന്നത്. പക്ഷേ സ്ട്രിങ് ക്ലാസ്സിൽ അത് നടക്കുകയില്ല. അത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തെങ്കിൽ അത് വേറെ ഒരു സ്ട്രിങ് ഓബ്ജക്റ്റ് ആയിട്ട് സേവ് ചെയ്യണം. പഴയതിന് ചേഞ്ചസ് സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് അത് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഇവിടെ അതല്ല സംഭവിക്കുന്നത്, അതാത് ഓബ്ജക്റ്റ് തന്നെയാണ്. അപ്പൻഡ് ചെയ്താൽ നിലവിലുള്ളതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യപ്പെടും. ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് മെത്തേഡ് ഉപയോഗിച്ച് ആ സ്ട്രിങ് ബഫർ ഓബ്ജക്റ്റിൻ്റെ SB.insert ഏത് ഇൻഡെക്സിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇൻഡെക്സിൽ ഇൻസേർട്ട് ചെയ്യേണ്ട സ്ട്രിങ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അത് ഇൻസേർട്ട് ആകും. 2, റീപ്ലേസ് ചെയ്യാം. സ്റ്റാർട്ട് ഇൻഡെക്സ് മുതൽ എൻഡ് ഇൻഡെക്സ് വരെയുള്ള സ്ട്രിങ്ങിനെ നമുക്ക് വേറെ സ്ട്രിങ് കൊണ്ട് നമുക്ക് ചെയ്യാം. സ്റ്റാർട്ട് ഇൻഡെക്സ് റീപ്ലേസ് 1 മുതൽ 3 വരെ. അപ്പം
സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും നമ്മൾ പറയുന്നു, എന്നിട്ട് റീപ്ലേസ് ചെയ്യേണ്ട സ്ട്രിങ് നമ്മൾ കൊടുക്കുന്നു. അപ്പം റീപ്ലേസ് മെത്തേഡ് നമുക്ക് ഉപയോഗിച്ച് അങ്ങനെ റീപ്ലേസ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് വേണമെങ്കിൽ സ്റ്റാർട്ട് ഇൻഡെക്സ് മാത്രം കൊടുത്താൽ ആ ഇൻഡെക്സിലുള്ള ക്യാരക്ടർ പോകും. ഇല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും കൊടുത്താൽ ഡിലീഷൻ നടക്കും. അതുപോലെ പ്രധാനപ്പെട്ട മെത്തേഡാണ് റിവേഴ്സ് ചെയ്യിപ്പിക്കുക. നിലവിലുള്ള മെത്തേഡ്സിനെ നമ്മൾ പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്നതാണ്. സ്ട്രിങ് ഓബ്ജക്റ്റ് മലയാളം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രിങ് ഓബ്ജക്റ്റ്, അതിനെ നമ്മൾ സ്ട്രിങ് ബഫർ കൺസ്ട്രക്റ്റിലേക്ക് കൊടുത്ത് സ്ട്രിങ് ബഫറിലേക്ക് ഓബ്ജക്റ്റ് ആക്കുന്നു. എന്നിട്ട് സ്ട്രിങ് ബഫറെ റിവേഴ്സ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അതിനെ വീണ്ടും സ്ട്രിങ്ങിലേക്ക് കൊടുത്ത് സ്ട്രിങ് ആക്കുന്നു. ആദ്യത്തെ സ്ട്രിങ്ങും രണ്ടാമത്തെ സ്ട്രിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. സ്ട്രിങ് ബഫറിൻ്റെ അകത്ത് മാത്രം ചെയ്താൽ ഈ ചെയ്തെല്ലാം ഈ റിവേഴ്സ് ആകുന്നതെല്ലാം സ്ട്രിങ് ബഫറിൽ തന്നെ ആയതുകൊണ്ട് എല്ലാ ചേഞ്ചസും എപ്പോഴും ആ സ്ട്രിങ് ബഫറിൽ തന്നെയായിരിക്കും നടക്കുക. അതുകൊണ്ടാണ് രണ്ട് സ്ട്രിങ് തമ്മിൽ അല്ലെങ്കിൽ സ്ട്രിങ് പാലിൻഡ്രോം ആണ് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്ട്രിങ് ഓബ്ജക്റ്റ് സ്ട്രിങ് അതവിടെ കാണും. എന്നിട്ട് അതിനെ സ്ട്രിങ് ബഫറിലേക്ക് മാറ്റി കഴിയുമ്പോൾ സ്ട്രിങ്ങിൻ്റെ ഓബ്ജക്റ്റ് രണ്ട് കമ്പാനിയൻ ക്ലാസ്സാണ്. സ്ട്രിങ്ങിൻ്റെ ഓബ്ജക്റ്റ് സ്ട്രിങ് ബഫറിൻ്റെ കൺസ്ട്രക്ടറിലേക്ക് കൊടുത്താൽ ആ സ്ട്രിങ് ബഫർ ഓബ്ജക്റ്റ് ആവും. എന്നിട്ട് സ്ട്രിങ് ബഫർ ഓബ്ജക്റ്റിനെ റിവേഴ്സ് ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും അതിനെ വീണ്ടും സ്ട്രിങ് ആക്കണം, സ്ട്രിങ്ങിൻ്റെ കൺസ്ട്രക്ടറിലേക്ക് കൊടുത്തു. അപ്പം ആദ്യത്തെ സ്ട്രിങ് അവിടെയുണ്ട്, ഇതിപ്പം റിവേഴ്സ് ചെയ്യിപ്പിച്ച് രണ്ടാമത്തെ സ്ട്രിങ് ആയി. എന്നിട്ട് നമ്മൾ നോക്കുവാണ് ഇഫ് s1 ഡോട്ട് ഈക്വൽസ് s2, ആദ്യത്തെ രണ്ടാമത്തെ ഈക്വൽ ആണെങ്കിൽ ഇഫ് s1 ഡോട്ട് ഈക്വൽസ് s2 ആണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഓഫ് പ്രിന്റ്ലൻ ദ ഗിവൺ സ്ട്രിങ് ഈസ് പാലിൻഡ്രോം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതൊക്കെ കാണും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് റിവേഴ്സ് മെത്തേഡ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട സ്ട്രിങ്ങിൻ്റെ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ കണ്ടു, സ്ട്രിങ് ക്ലാസ്സും സ്ട്രിങ് ബഫർ ക്ലാസ്സും. അതിൻ്റെ പ്രധാനപ്പെട്ട മെത്തേഡ്സും നമ്മൾ കണ്ടു.